മക്കളെ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടൊരു മെത്തേഡ് ഉപയോഗിച്ച് സാർ ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് സാർ ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞു തരാം. മക്കളെല്ലാവരും എഴുതി വയ്ക്കുക. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി. ഇത് മക്കളത് നോട്ട് ചെയ്ത് വയ്ക്കുക. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആ മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദി ഫോളോയിങ് പ്രൊഡക്ട്സ് വിത്തൗട്ട് മൾട്ടിപ്ലൈയിങ് ഡയറക്ട്ലി. 103 ഇൻറ്റു 107 നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? 103 ഇൻറ്റു 107 സാർ പറഞ്ഞ ഐഡൻറ്റിറ്റി ഓർക്കണം. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി. അപ്പം നമുക്ക് 103 ഇൻറ്റു 107 100 പ്ലസ് 3 ഇൻറ്റു 100 പ്ലസ് 7. ഇപ്പം ഇത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമായി. അപ്പം നമുക്ക് നോക്കാം. എക്സ് സ്ക്വയർ അതായത് 100 സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി 3 പ്ലസ് 7 10 വരും. എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി 3 ഇൻറ്റു 7 21. ആൻസർ കിട്ടി. 100 ഇൻറ്റു 10 1000 കിട്ടി. 100ൻ്റെ സ്ക്വയർ 10000 1000 21 11021 ആൻസർ. ഇനി ഇതാണെങ്കിലോ, ഇതാണെങ്കിലോ 95 ഇൻറ്റു 96. അതിനെ നമുക്ക് 100 പ്ലസ് മൈനസ് 5 ഇൻറ്റു 96 100 പ്ലസ് മൈനസ് 4. സാർ എന്തിനാ ഇങ്ങനെ എഴുതിയേ? ഈ 100 പ്ലസ് മൈനസ് 5 എന്ന് പറഞ്ഞാൽ 100 മൈനസ് 5 95 തന്നെയാണ്. 100 പ്ലസ് മൈനസ് 4 എന്ന് പറഞ്ഞാൽ 100 മൈനസ് 4 96 തന്നെയാണ്. അപ്പം നമുക്ക് പക്ഷേ ഇത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമിലാക്കാൻ വേണ്ടിയാണ്. എക്സ് സ്ക്വയർ 10,000 വരും. എക്സ് സ്ക്വയർ 10,000 വന്ന് ഇനി എ പ്ലസ് ബി അപ്പം -5 പ്ലസ് -4 -9 വരും ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് പറയുന്നത് എത്രയാ? -5 ഇൻറ്റു -4 അപ്പം +20 വരും. ഇത്രയേ ഉള്ളൂ. 10000 മൈനസ് 900 പ്ലസ് 20 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഇതൊന്ന് നോക്കി. 104 ഇൻറ്റു 96 മക്കൾ ഹോംവർക്കായിട്ടൊന്ന് ചെയ്തിട്ട് സാറിന് കമൻ്റായിട്ട് ഇടണം. വളരെ ഈസി ക്വസ്റ്റ്യനാണ്. ആ ഐഡൻറ്റിറ്റി ഓർത്തിരിക്കുക. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി. ഏകദേശം 100ൻ്റെ അടുത്ത് വരുന്ന നമ്പറുകൾ, ഇനി 90ൻ്റെ അടുത്ത് വരുന്ന നമ്പറുകളാണെങ്കിൽ 90ആയിട്ട് കണക്ട് ചെയ്യാം. 1000ൻ്റെ അടുത്ത് വരുന്ന നമ്പറുകളാണെങ്കിൽ 1000ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ സ്പീഡ് ചെയ്യാവുന്ന സ്പീഡ് കാൽക്കുലേഷൻ ട്രിക്കാണിത്. അപ്പോൾ മക്കൾ ഇതൊന്ന് നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് മത്സര പരീക്ഷകളും സ്കോളർഷിപ്പ് എക്സാംസും ഒക്കെ എഴുതുമ്പം പെട്ടെന്ന് സ്പീഡായിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിലേക്കും മക്കൾ സാറിനെ ഒന്ന് ഷെയർ ചെയ്യണം.